നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിന്റെ വിഷയം നട്ടെല്ല് സർജറി പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് 4:30 വരെയാണ് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിന്റെ സമയം. അപ്പോൾ നട്ടലുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കാം, നടുവേദനയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ അഖിൽ സുനിലാണ്. സ്വാഗതം ഡോക്ടർ പരിപാടിയിലേക്ക്. അപ്പോ നമ്മളുടെ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ കേട്ടോ. 0474293111. അപ്പം ഞാൻ പറഞ്ഞ പോലെ നട്ടലുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക്, നടുവേദനയുമായി സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ഒക്കെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് നട്ടൽ സർജറി പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഈ ഒരു സർജറിയെ കുറിച്ചിട്ടും ഇത് ഇങ്ങനെ ഒരു നമ്മളൊരു വാക്ക് പറയുമ്പോൾ പേടിക്കേണ്ടതുണ്ടോ എന്ന് പറയുന്നതിനെ കുറിച്ചും ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഇത് നമ്മളിപ്പം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം പൊതുവേ നമ്മുടെ പേര് ഈ നടുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നത്, സാറേ സർജറി ഉണ്ടെങ്കിൽ എത്രമാത്രമാണ് പ്രശ്നങ്ങൾ, അത് സർജറി വേണ്ട എന്നുള്ളതായിരിക്കും നമ്മുടെ ഉള്ളൊരു ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പേഷ്യൻസ്. സോ നമ്മൾ എന്താണ് നടുവേദന, എന്താണ് കാരണങ്ങൾ, ഏതിനൊക്കെയാണ് സർജറി വേണ്ടത്, ഏതിനൊക്കെയാണ് സർജറി വേണ്ടാത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരു 95% ആൾക്കാരിലും നടുവേദന വരാത്തവരായിട്ട് കാണില്ല. അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയിട്ട് നടുവേദന വരും. സോ ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരുന്നത് ഒരു യങ്ങർ ഏജിലേക്ക് കൂടുതലാണ്. അതായത് ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ യങ്ങർ ഏജിലേക്ക് നടുവേദനകളിൽ കൂടുതലായിട്ട് വരുന്നു, പ്രായമായവരിനെക്കാട്ടിലും കൂടുതലായിട്ട്. സോ അത് എന്തുകൊണ്ടാണ് ഈ നടുവേദനയുടെ കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കേണ്ടത്. സോ അതിനകത്ത് ഈ നടുവേദന വരുന്ന വ്യക്തികൾ, നടുകെന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത് കഴുത്ത്, മുതുക്, പിന്നെ താഴത്തേക്കുള്ള നടുഭാഗം. സോ ഈ ഒരു 3 ലെവലായിട്ട് തന്നെ നമുക്ക് തിരിക്കാം. സോ ഇതിനകത്ത് കഴുത്ത് വേദന അതിനോടനുബന്ധിച്ച് കൈയിലേക്കുള്ള വേദനകളായിട്ട് പെരുപ്പായിട്ട് ഒക്കെ തുടങ്ങും. അത് കഴുത്തിലേക്കുള്ള പ്രശ്നങ്ങളുടേതാണ്. അതേപോലെ തന്നെ മുതുക് ഭാഗത്തേക്കായിട്ടും അതിനും അതിൻ്റെതായ ഒരു രീതിയിൽ, അതായത് നമ്മുടെ മുതുകിന്റെ കീഴ്പോട്ട്, വയറിന് കീഴ്പോട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് തുടങ്ങും. നടുകിന്റെ വേദന എന്ന് പറയുന്നത് ലോവർ ബാക്ക് പെയിൻ. സോ അത് തുടങ്ങുന്നത് നമ്മുടെ ലോവർ ബാക്കിൽ നിന്നും കാലിലേക്ക് ഉള്ളതൊക്കെ ആയിട്ടാണ്. സോ ഇത് കൂടുതലും എപ്പോഴാണ് വേദന വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വേദന വരുന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരുപാട് ജോലി, ഒരുപാട് നേരം ഇരുന്നുള്ള സെഡൻഡറി വർക്ക്, അതാണ്. അതായത് നമ്മുടെ ബോഡി ഈ എവല്യൂഷനിൽ തന്നെ നമുക്കത് ബിൽഡ് ചെയ്തേക്കുന്നത് 2 കാലിൽ നടക്കാനുള്ള രീതിയിലാണ്. സോ നടക്കുക, അങ്ങനെയുള്ള നോർമൽ വർക്ക് ചെയ്യുക. സോ ഇപ്പോഴത്തെ കാര്യത്തിൽ അത് കൂടുതലും സെഡൻഡറി വർക്കാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ കൂടുതലും നമ്മൾ സെഡൻഡറി ആയിട്ട് ഇരുന്ന് എവിടെയെങ്കിലും വർക്ക് ചെയ്യുക, ഇരുന്നുള്ള ജോലി, എസ്പെഷ്യലി IT ഫീൽഡ്സ് ഉള്ളവരെല്ലാരും ഒരു സെഡൻഡറി വർക്കാണ് അവരുടെ മെയിൻ ഇത്. അപ്പം hours and hours, ഒരു 7-8 മണിക്കൂർ ഒറ്റ ഇരിപ്പിരിക്കുന്നവരിലൊക്കെ നമ്മുടെ ബോഡി അതിന് യൂസ്ഡ് ടു അല്ല. സോ അത് കാരണം ബാക്ക് പെയിൻസ് ആയിട്ട് തുടങ്ങും. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത്? ഒന്ന്, നടുക്കുള്ള എല്ലുകൾ കൊണ്ട്, എല്ലുകളുടെ പ്രശ്നങ്ങൾ, പേശികൾ, എല്ലുകളുടെ ഇടയ്ക്ക്, അതായത് ഈ ലെവലുകളിലുള്ള നട്ടെല്ലിന്റെ ഇടയ്ക്കായിട്ട് ഡിസ്ക് എന്ന് പറയുന്നത്, അതായത് ഒരു കുഷന് വേണ്ടിയാണ് നമ്മുടെ നോർമലായിട്ടുള്ള വർക്ക് ചെയ്യാനും നോർമലായിട്ട് ബെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള കുഷനാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. അതിന് ചുറ്റുമായിട്ട് മസിൽസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. അതിന്റെയൊക്കെ പ്രശ്നങ്ങളായിട്ട് വരാം. ഏതൊരു പ്രശ്നത്തിനും എവിടാണോ കാരണം ഉള്ളത്, എവിടാണോ പ്രോബ്ലം ഉള്ളത്, അതിനനുസരിച്ചായിരിക്കും അതിന്റെ പെയിൻ ആയിട്ട് വരുന്നത്. സോ ഈ പെയിൻ തുടങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ നട്ടലിന്റെ എല്ലിന്റെ ഭാഗവും ഞരമ്പുകളും ഉണ്ട്. നടുവിന്റെ എല്ലിന്റെ പുറകിലായിട്ടാണ് ഞരമ്പുകളുള്ളത്. അപ്പോൾ കഴുത്ത് തൊട്ട് മെയിനായിട്ടുള്ളത്, നമ്മുടെ തലേന്ന് വരുന്ന ഞരമ്പുകൾ കഴുത്തിന്റെ കൈകളിലേക്കുള്ളത് കഴുത്തിൽ നിന്ന് ഇറങ്ങും. മുതുകിന്റെ അവിടെ നിന്നുള്ളത് മുതുകിൽ, വയറിന്റെ ഭാഗത്തേക്കുള്ളതൊക്കെ മുതുക് ഭാഗത്തു നിന്ന് ഇറങ്ങും. കാലിലേക്കുള്ളത് നമ്മുടെ നടുവിന്റെ ഭാഗത്തു നിന്ന് ഇറങ്ങും. ഈ ഓരോ ഞരമ്പും ഓരോ ഏരിയയിലാണ് ഇതിന്റെ സപ്ലൈ വരുന്നത്. ഏത് ഞരമ്പിലാണോ പ്രശ്നമുള്ളത് അതിനനുസരിച്ചായിരിക്കും സിംറ്റംസ്. ഇപ്പൊ കഴുത്ത് വേദനയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ കൈക്ക് പെരുപ്പായിട്ട് തുടങ്ങുന്നു,
ഇപ്പൊ കൈക്ക് പെരുപ്പെടുന്ന അതിന് ഓരോ കൈയുടെ നമ്മുടെ തള്ളവിരലിൽ ഒരു നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ റിംഗ് ഫിംഗറും ഈ ലിറ്റിൽ ഫിംഗറൊക്കെ ഒരു നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. സോ ഏത് നെർവിനെയാണോ അഫക്റ്റഡ് ആകുന്നത് അതിനനുസരിച്ചുള്ള സിംറ്റംസ് ഉണ്ടാവും. അതിന്റെ ഏരിയയിൽ സിംറ്റംസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് പെരുപ്പായിട്ടോ മരവിപ്പായിട്ടോ അല്ലെങ്കിൽ തളർച്ച പോലുള്ള കാര്യങ്ങൾ. ഇനി അതിനുശേഷം ഇപ്പം അതിന് നമ്മള് നടുവ് ഭാഗം അല്ലെ തട്ടലിന്റെ താഴ്ഭാഗം നടുവ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ സിംറ്റംസ് വരുന്നത് കാലിലേക്കാണ്. അപ്പൊ കാലിലേക്കും ഇതേപോലുള്ള പെരുപ്പുകളും കറണ്ട് അടിക്കുന്ന പോലത്തെ വേദന, മരവിപ്പുകള്, കാലിന്റെ പാദം അനക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, തളർച്ചകള്, നമ്മൾ തൊടുന്നത് അറിയാത്ത രീതിയിലുള്ളത്, അതായത് നമ്മുടെ സെൻസേഷൻസിനെ എഫക്റ്റഡ് ആകുക. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നടുകിന്റെ ഒക്കെ സിവിയറിറ്റി വരുന്നതിനനുസരിച്ച് ഇപ്പം നടുവേദന അസോസിയേറ്റഡ് വിത്ത് ഇതിന്റെ കൂടെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നടുക് വേദനയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മസിൽ സ്പാസമാണ്. നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ ഒരു കൂടുതൽ ആൾക്കാരിലും നടുവേദന ഉണ്ടാകും. അതില് കൂടുതലും ഒരു 90% ആൾക്കാരിലുള്ളത് മസിൽ സ്പാസം, അതായത് നമ്മുടെ പോസ്ചർ ശരിയാവാത്ത, ഒരേ ടൈമിൽ ഇരിക്കുന്നതിന്റെയൊക്കെ പ്രശ്നങ്ങളായിട്ട്. അപ്പൊ ആ പോസ്ചർ ശരിയാവാത്തതിന്റെയൊക്കെ പെയിൻ ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുന്നതിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ പറഞ്ഞു. പലപ്പോഴും എനിക്കൊന്ന് സ്ത്രീകളിൽ കൂടുതലുള്ള ഒരു വിഷയമാണല്ലേ ഈ നടുവേദന എന്ന് പറയുന്ന. സ്ത്രീകളിൽ പലപ്പോഴും കൂടുതലായി കാണുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണോ ഡോക്ടർ? അതെ, അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഒന്ന്, നമ്മളിപ്പോ ഒരു ആണിന്റെതും പെണ്ണിന്റെയും ബോഡി ഹാബിറ്റസിന് ഡിഫറൻസ് ഉണ്ട്. സോ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വളവുകളുണ്ട് നമ്മുടെ നട്ടെല്ലില്, അത് നമ്മളെ നിവർന്ന് നിൽക്കാനുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പേശികളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ മസിൽ അല്ലെങ്കിൽ ലിഗമെന്റ്സിന്റെ സ്ട്രെങ്ത്തിന് ഡിഫറൻസസ് ഉണ്ട്. സോ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്ത്രീകളിൽ കുറച്ചും കൂടുതലായിട്ട് നടുവേദനകളായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഈ മെനോപോസ്, അതായത് പീരീഡ്സ് ഒക്കെ നിൽക്കുന്ന ഒരു ഏജിൽ, അത് ഹോർമോണൽ ചേഞ്ചസും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ലിഗമെന്റ്സിനൊക്കെ പേശികൾക്കൊരു ലാക്സിറ്റി ഉണ്ടാകും. അതിനനുസരിച്ച് നടുവേദനകളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. ഇതാരാ സംസാരിക്കുന്നേ? പേര് പറയൂ. മണിലാലാണ്. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ ചേട്ടാ. പറഞ്ഞോളൂ. ഇത് നടുവിന്റെ ഭാഗത്ത് മാത്രമായിട്ടാണോ അതോ കാലിലേക്ക് മരവിപ്പോ പെരുപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണോ? എല്ലാം ഉണ്ട്. മരവിപ്പുണ്ട്, കാലിന് പെരുപ്പുണ്ട്, വിരലിലേക്ക് വേദനയുണ്ട്, എല്ലാം ഉണ്ട്. ശരി, ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഇതിന് ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ട്? എത്ര നാളാവുന്നു? 3 വർഷമായി. ഇപ്പൊ 60 വയസ്സായി. ഈ 3 വർഷമായിട്ട് നമ്മളിപ്പോ മരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നേരത്ത് വ്യത്യാസങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ എന്റെ എഴുതുന്ന ചെല്ലുമ്പോഴേ ഊഴം വേണ്ടി വരും. അത് നടുവിനൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇച്ചിരി ആശ്വാസമാണ്, അല്ലാതെ ഒന്നുമില്ല. അത് താൽക്കാലികമായിട്ട് കുറച്ചു നേരം നിൽക്കും, പിന്നെ വീണ്ടും അതിന് വേദനയായിട്ട് തന്നെ വീണ്ടും തുടങ്ങും. ശരി, എത്ര ദൂരം വരെ നടക്കാൻ പറ്റും? ഞാൻ രാവിലെ 2-3 കിലോമീറ്റർ നടക്കും. അല്ല, നടക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരം നടന്നതിന് ശേഷം ഇരിക്കേണ്ടതായിട്ടോ അല്ലെ നടുവേദനയും കാലിന്റെ പെരുപ്പൊക്കെ കൂടുതൽ അസഹനീയമായി അങ്ങനെ ആവുന്നതായിട്ടോ? നടക്കുമ്പോ അത്രയില്ല. ശരി, ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പെരുപ്പുകളും കാലിലേക്കുള്ള മരവിപ്പും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളൊന്ന് എക്സ്റേ MRI ഒക്കെ ചെയ്ത് നോക്കണം. ഇപ്പൊ 3 വർഷമായിട്ടുള്ള നടുവേദനകളും പ്രശ്നങ്ങളുമാണ്. സോ അതിനകത്ത് ഡിസ്കിന്റെ അല്ല, ഒന്ന് നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ പേശികൾക്കുള്ള അയവ് കാരണം ഡിസ്ക് ഒക്കെ തള്ളി വരുന്നത് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ചെന്ന് നമ്മുടെ ഞരമ്പിലേക്ക് പ്രഷർ ചെലുത്തുമ്പോഴാണ് കാലിലേക്കുള്ള മരവിപ്പും പെരുപ്പും ഒക്കെ ഉണ്ടാവുന്നത്. അത് എത്ര ശതമാനം ആണ് ഈ ഡിസ്ക് തള്ളി വന്നേക്കുന്നത്, അത് ജസ്റ്റ് ഒരു തള്ളല് മാത്രമേ ഉള്ളൂ, അതോ ഡിസ്ക് മൊത്തം പുറത്തേക്ക് നിൽക്കുകയാണോ, ഞരമ്പിലേക്കുള്ള പ്രഷർ ഉണ്ടോ നോക്കാനാണ് നമ്മൾ MRI ചെയ്യേണ്ടത്. സോ അപ്പൊ അതിനകത്ത് MRI ചെയ്ത് MRIയിൽ എന്താണോ കാണുന്നത് അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ന്യൂറോ സർജനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കി MRI എടുത്ത് നോക്കി അതിനകത്ത് എന്താ പ്രശ്നങ്ങളെന്ന് നോക്കിയതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും കൂടുതൽ ചോദിക്കാണ്ടോ? ഓക്കെ, അപ്പം സന്തോഷമുണ്ട്.
ഡോക്ടർ, നമ്മൾ നേരത്തെ ഈ നട്ടലിന്റെ കാര്യം പറഞ്ഞു, ഈ വളവിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് ഈ നട്ടലിന് ഇങ്ങനെ ഒരു വളവൊക്കെ വരാനുള്ള ഒരു സാഹചര്യം? സോ അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ അതിനൊരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വളവാണ്. അതായത് മൊത്തവും നമ്മുടെ ഇപ്പം മൃഗങ്ങൾ എല്ലാം നമ്മുടെ എവല്യൂഷന്റെ പാർട്ടുകളാണ് ഇതെല്ലാം. കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് തൊട്ട് നമ്മുടെ കഴുത്തുകളിലേക്കുള്ള നോർമലായിട്ടുള്ള വളവുകൾ ഉണ്ടാവും. മെയിനായിട്ട് കഴുത്ത് ഭാഗം ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കും, സെർവൈക്കൽ ലോർഡോസിസ് എന്നും. അതേപോലെ നടുകിന്റെ ഭാഗവും ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കും, മുതുകിന്റെ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും. സോ ഇത് ഡോർസൽ കൈഫോസിസ് എന്നും ലംബാർ ലോർഡോസിസ് എന്നും പറയുന്നതാണ് ഇതിന് പറയുന്നത്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ എണീപ്പിച്ച് നിർത്തി രണ്ട് കാലിൽ നടക്കാനുള്ളതിന്റെ ഒരു എവല്യൂഷനിൽ വന്നൊരു ഫീച്ചറാണത്. സോ നമ്മൾ നേരെ ഇരിക്കുമ്പോഴത്തേക്ക്, ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഈ ലംബാർ ഏരിയയിൽ, എസ്പെഷ്യലി ലംബാർ ഏരിയയിലും കഴുത്തിലുമുള്ള ലോർഡോസിസ്, ആ ഒരു വളവുകൾക്ക് വ്യത്യാസം വരും. എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സിസ്റ്റം ഉപയോഗിക്കുന്നതാണ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ്, ഫോൺ ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ കഴുത്ത് മുന്നോട്ട് വളച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ആ വളവുകൾ അല്ല നമ്മുടെ ഞരമ്പുകൾക്ക് വേണ്ടത്. സോ ഈ വളവുകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഞരമ്പിൽ ഇതിന്റെ പുറകിൽ കൂടെ പോകുന്ന സൂക്ഷ്മനാഡി, അതായത് സ്പൈനൽ കോഡും അതിന്റെ നെർവ്സും അതിലേക്കുള്ള പ്രഷർ കൂടും. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഇതിൽ ഈ ഒരു പോസ്ചറിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്ക് തള്ളാൻ തുടങ്ങും. ഡിസ്ക് തള്ളി നമ്മുടെ ഞരമ്പിലേക്കും സ്പൈനൽ കോഡിലേക്കുള്ള പ്രഷറുകൾ ചെലുത്താൻ തുടങ്ങും. അതിലേക്ക് ഡാമേജുകൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഇദ്ദേഹം വിളിച്ച് പറഞ്ഞതുപോലെ ഈ കാലിൻ്റെയൊക്കെ പെരുപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവിന് ഇറിറ്റേഷൻ ഉണ്ടാവുന്നതാണ് ഈ പെരുപ്പൊക്കെ ആയിട്ട് വരുന്നത്. സോ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നെർവിലേക്ക് പ്രഷർ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് MRI എടുത്ത് നോക്കുക എന്നുള്ളതാണ്. സോ വളവുകൾക്ക് നോർമലായിട്ടുള്ള ഈ വളവുകളിൽ ചേഞ്ച് വരുമ്പോൾ പ്രശ്നങ്ങളായിട്ട് വരാം, ഡിസ്കിന്റെ ഇതൊക്കെ ആയിട്ട് വരാം. സാധാരണ ഇപ്പൊ സ്ത്രീകളിൽ പൊതുവെ കാണുന്ന ഇപ്പൊ ഒരു ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അല്പം കുനിഞ്ഞിരിക്കാറുണ്ട്, അല്ലെ? നടക്കുമ്പോൾ ചെറിയ പറയാറുണ്ട് കുനിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം നമ്മളെ നട്ടലിനെ ബാധിക്കുന്ന ഒരു കാര്യം? ഇതെല്ലാം നട്ടലിന്റെ ലോങ് ടേമില് നമുക്ക് നട്ടലിനെ ഡീജനറേഷൻ ഉണ്ടാക്കാൻ പോസിബിൾ ആയിട്ടുള്ളതാണ്. സോ നടുകിന്റെ എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ പേശികൾ ഡീജനറേറ്റഡ് ആകും. സോ ആ ഡീജനറേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡാമേജുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ ഡിസ്കിന്റെ ഒക്കെ തള്ളലുകൾ ഒരുപാട് കൂടുതലായിട്ട് വരും. ഓക്കെ, അതിലേക്ക് തന്നെ വരാം. നമുക്കൊരു കോൾ ഉണ്ട്, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ അമ്മ? പേരൊന്ന് പറയോ? ഹലോ, സാവിത്രി. സാവിത്രി അമ്മ സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. അമ്മ പറഞ്ഞോളൂ, എന്താ ബുദ്ധിമുട്ട്? എന്താണ് ഡോക്ടർ? എനിക്ക് 72 വയസ്സുണ്ട്. കുറെ നാളുകളായിട്ട് എന്റെ ഈ ബട്ടക്സിന്റെ അടുത്തുനിന്ന് വലതുവശത്തെ കാലിന്റെ ഞരമ്പ് വഴി അങ്ങ് വേദനയാണ്. തൊടയുടെ പുറകിൽ കൂടെ ആയിട്ടാണോ? തൊടയുടെ പുറകിൽ കൂടെ. ശരി, അതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? കുറെ നാളുകൾ കൊണ്ടുണ്ട്. നടക്കാനുള്ളതിന്റെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ നടന്ന് കുറച്ചു ദൂരം നടക്കാൻ നേരത്തെ അങ്ങ് വേദന, നടക്കാൻ ബുദ്ധിമുട്ടാ. എന്നിട്ട് അങ്ങ് ഇരിക്കേണ്ടി വരുന്നു. വേദനയാണ്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഡോക്ടറെ കാണിച്ചു, ശ്രീകുമാർ ഡോക്ടറെ. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചു. പക്ഷെ എന്നിട്ടും ആ വേദനയ്ക്ക് ഒരു കുറവുമില്ല. അമ്മ MRI എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? MRI എടുത്തു മോനെ, ഇനി എടുക്കാനൊന്നുമില്ല. ആണോ? അത് MRIയിൽ എന്താ കാര്യം എന്നോ, എങ്ങനെ ഡിസ്കിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഡോക്ടർ? 5ാമത്തെ ഞരമ്പിനുള്ള കംപ്ലൈന്റ് ആണെന്ന്. ഡിസ്കിന്റെ അടുത്തുള്ള. ശരി, അപ്പൊ ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക് എന്ന് ഞരമ്പിലേക്ക് ഇങ്ങനെ തള്ളി വെക്കുന്നതിൻ്റെതാണ്. സോ അത് ഒരു പരിധിയിൽ കൂടുതൽ മരുന്നുകളിൽ വ്യത്യാസം, ഇപ്പൊ അമ്മ പറയുന്ന പോലെ 1 വർഷമൊക്കെ ആയി മരുന്നിലിട്ട് ഒട്ടും വ്യത്യാസം വരുന്നില്ല, ബുദ്ധിമുട്ടുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ സർജറി തന്നെ ആയിരിക്കും. സർജറി അത് നമ്മളെ ഒന്ന് കണ്ടിട്ട്, ഒരു ന്യൂറോ സർജനെ കണ്ടിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം MRIയും എല്ലാ റിപ്പോർട്ടുകളുമായിട്ടൊന്ന് വന്ന് കണ്ടാൽ മതി. കണ്ടിട്ട് നമുക്ക് എന്താണോ സർജറി വേണ്ട കണ്ടീഷനാണോ, അതല്ല അവിടെ ഒരു ഇഞ്ചക്ഷൻ തന്ന് നമുക്ക് ഈ വേദനകൾ മാറ്റാൻ പറ്റുമോ, അതല്ല മരുന്നുകൾ മാത്രം മതിയാവുമോ എന്നുള്ളതെല്ലാം സ്കാനും എല്ലാം കണ്ടിട്ട് അമ്മയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ആശുപത്രി ഞാൻ എത്ര മണിക്ക് വന്നാൽ ഡോക്ടറെ കാണാൻ പറ്റും? അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, രാവിലെ വന്നാൽ മതി. മെഡിസിറ്റിയില്? അതെ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ
ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേരൊന്ന് പറയോ? ബിന്ദു കരിക്കോട്. ബിന്ദു കരിക്കോട് നിന്ന് അല്ലേ? ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. എന്താ ബുദ്ധിമുട്ട്? എന്താണ് സാറേ, എനിക്ക് ഭയങ്കര നടുവേദനയാണ്. നടുവേദനയെന്ന് വെച്ചാൽ തുണിയൊന്നും കഴുകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വേദന. എത്ര വയസ്സുണ്ട് ബിന്ദു? എത്ര ഉണ്ട്? എനിക്കിപ്പോ 40 വയസ്സുണ്ട്. ഓക്കെ. ഇത് എത്ര നാളായി നടുവേദനയൊക്കെ തുടങ്ങിയിട്ട്? ഒത്തിരി നാളുകൊണ്ടേ ഉണ്ട്. അത് ഈ തുണിയൊക്കെ കഴുകുമ്പോഴോ അല്ലെ കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യുമ്പോഴോ വെയിറ്റ് എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ? അല്ലാതെ ഉണ്ട് വേദന, കൂടുതൽ നേരമൊക്കെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. ഈ നടുവേദന എന്നിട്ട് കാലിലേക്ക് ഇറങ്ങുന്നതായിട്ടോ മരവിപ്പായിട്ടോ കാലിങ്ങനെ പെരുത്ത് വരുന്നത് പോലും അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല. അങ്ങനെയില്ല, നടുഭാഗത്തായിട്ടാണ് വേദനയുള്ളത്. ഓക്കെ. ഇപ്പൊ എപ്പോഴേലും എക്സ്റേ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഡോക്ടറെ കാണിച്ചത് തേയ്മാനാന്ന് പറഞ്ഞു. തേയ്മാനത്തിന്റേതാണെന്ന് പറഞ്ഞു. ഇപ്പം അതേ കണക്ക് എന്റെ മോന് 15 വയസ്സായതേ ഉള്ളൂ. അത് ഇവന് ഭയങ്കര നടുവേദന. ഫുട്ബോൾ കളിച്ചിട്ട് വരുമ്പോഴാണ് ഭയങ്കര നടുവേദന എന്നാ പറയുന്നത്. എവിടെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും വീണിട്ടൊന്നുമില്ല. ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അതാ എന്റെ മോന്റെതായി പറയാൻ ഡോക്ടറെ വിളിച്ചു. ഓക്കെ. സോ അവനിപ്പോ 15 വയസ്സല്ലേ? 15 വയസ്സാകുന്നതേ ഉള്ളൂ, ഈ മാസം ആവത്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി. ഇപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു പ്രായം, ഈ 15 വയസ്സല്ല 20 വയസ്സിനടിയിലൊക്കെ ഉള്ളവർക്കൊക്കെ നടുവേദന വരുന്നത് നമ്മുടെ പോസ്ചർ ശരിയാവാത്ത, നമ്മൾ ഇരിക്കുന്നത് കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാവാത്തപ്പോഴാണ്. അപ്പം നമ്മളിപ്പോ സാധാരണ എല്ലാവരും ഒന്നുകിൽ ഒരു വീഴ്ച വീണ് അതിനുശേഷം കിടപ്പാവും, അല്ലെ കിടക്കുന്ന രീതികൾ ശരിയാവാത്തപ്പോഴൊക്കെയാണ് നടുവേദനകൾ അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതിലും ഒക്കെ ആയിട്ട് നടുവേദനകളായിട്ട് വരാം. അതല്ലെങ്കിൽ ഈ അവിടെ ഉള്ള ഇൻഫ്ലമേഷൻ, അതായത് ആ ജോയിന്റുകളിലുള്ള സ്വെല്ലിംഗ് ആയിട്ട് വരാം. അത് ഈ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കണം. സോ 15 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇവാലുവേഷൻ, പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ വേണം. ഇത് സാധാരണഗതിയിലുള്ള ഡിസ്കിൻ്റെതോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള തേയ്മാനങ്ങളുടെ കൊണ്ടുള്ള, ഇപ്പം നിങ്ങൾക്കുള്ളതുപോലുള്ള തേയ്മാനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാകാനുള്ള സാധ്യതകളില്ല. സോ ഈ പറഞ്ഞ ആർത്രൈറ്റിസ് പോലുള്ളതിൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അവനുണ്ടോ എന്നുള്ളതിൻ്റെ. സോ അതൊരു ഡോക്ടറിനെ കണ്ടിട്ട്, ന്യൂറോ സർജനെ ഒന്ന് കണ്ടിട്ട് അതിന് എന്തൊക്കെ ടെസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ അവനെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം MRI വേണോ അല്ല ബ്ലഡ് ടെസ്റ്റുകളാണോ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഉണ്ട്, എന്നുണ്ട്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമുക്ക് നട്ടലിന്റെ സർജറിയുടെ കാര്യം പറഞ്ഞു. ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സർജറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പം നടുവേദനയുള്ള ഒരു 90% ആൾക്കാരിലും സർജറി വേണ്ട. അതിനകത്ത് നമ്മൾ മെഡിസിൻ കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും റെസ്റ്റ് കൊണ്ടും തന്നെ ഒരു 90% ആൾക്കാരുടെ നടുവേദനകളും പെരുപ്പുകളും ഒക്കെ മാറുന്നതാണ്. മെഡിസിൻസ് ഒക്കെ കൊണ്ട് തന്നെ ഡിഫറൻസ് നല്ലോണം വരും. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. പേര് പറയാമോ? ഹലോ, ഞാൻ കൊല്ലത്തുനിന്ന് ഗീതയാണ്. സംസാരിച്ചു ഡോക്ടറായിട്ട് കേട്ടോ. പറഞ്ഞോളൂ. സാറേ, എനിക്ക് 2 വർഷമായി കാലിലേക്ക് ഭയങ്കര പെരുപ്പായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഷുഗറിന്റെ ആയിരിക്കും. അങ്ങനെ കാല് ഭയങ്കര മരവിപ്പം, ചെരുപ്പിട്ട കാലിൽ നിന്ന് ഊരി പോവായിരുന്നു. ഓക്കെ. അത് ഈ കാലിന് മൊത്തത്തിലായിട്ട് ഈ മരവിപ്പുണ്ടോ അതോ കാലിന്റെ പാദവും ഈ പാദത്തിൽ മാത്രം? ശരി. അത് 2 കാലിനും ഉണ്ടോ? 2 കാലിലില്ല, 1 കാലിലായിരുന്നു. കൈക്കും ഇതേപോലുള്ള മരവിപ്പ് എന്തെങ്കിലും ഉണ്ടോ? കൈക്കില്ല. ഓക്കെ. ഈ കാലിന്റെ തൊടയുടെ ഭാഗത്തായിട്ട് വേദനയും തൊടയുടെ പുറകിൽ കൂടെയുള്ള കറണ്ട് അടിക്കുന്ന പോലത്തെ വേദനയോ നടുവേദനയായിട്ടോ അങ്ങനൊന്നുമില്ല. നടുവേദനയൊന്നും ഒന്നുമില്ല. ഇപ്പൊ ഈ കാലിന്റെ ഈ കാലിന് ഭയങ്കര പെരുപ്പ്. അതിപ്പോ എത്ര 2 വർഷമായിട്ട് തുടങ്ങി? 2 വർഷമായിട്ട് തുടങ്ങി. പക്ഷെ ഞാൻ കാണിച്ച്, നമ്മളെ ഓർത്തോ ഡോക്ടറെ ഒന്ന് കാണിച്ച്. അപ്പൊ കാല് ഞാൻ എടുത്തു വെച്ചാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോ ഈ കാലിന്റെ തള്ളവരല് നമ്മളായിട്ട് വിചാരിച്ച തള്ളവരല് പൊങ്ങുന്നില്ല. ഓക്കെ. തളർച്ചകളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ.
തളർച്ച പോലെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഡോക്ടർ MRI എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? MRI ചെയ്ത് MRI എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടോ? ഡോക്ടർ പറഞ്ഞ് ഡിസ്ക് ബൾജായിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്കൂടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ഈ ഡിസ്ക് വന്ന് ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞ തള്ളവിരൽ പെരുവിരൽ പോക്കുന്നതിനും താക്കുന്നതിനും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തളർച്ചകളായിട്ട് തുടങ്ങി എന്നുള്ളതിൻ്റെതാണ്. സോ ഒന്ന് അത് നമുക്ക് MRIയുടെ ഫിലിമുകൾ കാണണം, എത്രമാത്രമാണ് ഡിസ്ക് ഈ പറഞ്ഞ അതേ കാലിലേക്ക് തന്നെയാണോ ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കണം. അതിനകത്ത് ഡിസ്കിന്റെ പ്രശ്നമായിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. എസ്പെഷ്യലി ഇപ്പൊ തളർച്ചകൾ തുടങ്ങിയത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സർജറിയിലേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞായിരുന്നു. അതെ. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടിസമുള്ള ഒരു മോളുണ്ട്, അപ്പം എനിക്ക് അവളെ ഇട്ടിട്ടങ്ങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം കുറച്ച് നാളുകൊണ്ട് ഞാൻ ഈ കുറച്ച് ദൂരം നടക്കുമ്പോൾ ഞാനങ്ങ് വീണു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് എമർജൻസി തന്നെയാണ്. അതിൽ ചെയ്യാതിരിക്കുന്നതിൽ ഈ പറഞ്ഞ കാലിലേക്ക് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെയൊക്കെ എത്താം. കാലിന്റെ പാദവേ തളർന്നു പോകുന്നത് പോലുള്ള ഇപ്പൊ ആ വിരലുകൾക്ക് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അടുത്തത് കാലിന്റെ പാദം മുകളിലേക്ക് കാലിന്റെ സർക്കുലേഷൻ കുറഞ്ഞ് കാലിന്റെ ബലം കുറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അതിന് സർജറി മാത്രമേ അതിന്റെ ഓപ്ഷൻ ആയിട്ടുള്ളൂ. നമുക്ക് മെഡിസിനിലൂടെയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെയോ ഒന്നും അതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വരുത്തില്ല. ഡിസ്ക് അത്രയും തള്ളി വന്നത് കൊണ്ടാണ് സർജറി തന്നെ വേണ്ടി വരുന്നത്. സോ അതിന്റെ MRI ഒന്നായിട്ട് വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് നോക്കാം. സാറിന്റെ OP അവിടെ എന്നും ഉണ്ടോ? ഉണ്ട്. സാറിന്റെ പേരെന്തുവാ? അഖിൽ. ശരി, ഓക്കെ സാർ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. സോ അപ്പം ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ തളർച്ചകൾ അതാണ് ഒരു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, മലബന്ധത്തിനുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നു, അല്ലെങ്കിൽ അസഹനീയമായ വേദന വർഷങ്ങളായിട്ട് ഈ ഫെയിൽഡ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്, അതായത് മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് കൊണ്ട് നമ്മൾ ആദ്യം ഒരു ട്രയൽ ഓഫ് മെഡിസിൻസ് നോക്കി, റെസ്റ്റ് നോക്കി, ഫിസിയോതെറാപ്പി നോക്കി, ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുത്തു. ബട്ട് ആ വേദനകൾ മാറുന്നില്ല, നടുവേദന മാറുന്നില്ല, കാലിലേക്കുള്ള പെരുപ്പും വേദനകളും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫെയിൽഡ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റും. യൂഷ്വലി ഒരു 6 to 8 weeks നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കും. ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടും വ്യത്യാസമൊന്നും ഇല്ലാത്ത വേദനകൾക്ക് 100% സർജറി തന്നെ വേണ്ടി വരും. ഇപ്പം അതല്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അത്രയും ബുദ്ധിമുട്ടുകൾ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ഇത്തരം ശസ്ത്രക്രിയകൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ടോ? എക്സാക്ട്ലി. ഈ ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത്. നടുവിന്റെ സർജറി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. സോ ഇതൊരു 20 വർഷം മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറെ സത്യമാണെന്ന് തന്നെ പറയാം. ഡിസ്ക് സർജറി ചെയ്യുമ്പോൾ കാല് തളർന്നു പോകുന്നത് പോലുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന പലരും അങ്ങനെയൊക്കെ ഉണ്ടാവും. ബട്ട് ഈ ഒരു ലാസ്റ്റ് മേ ബി ഒരു 20 years അല്ലെങ്കിൽ 15 വർഷത്തിൽ എല്ലാം സർജറീസും മൈക്രോസ്കോപ്പിക് സർജറീസ് ആണ്. അതായത് മൈക്രോസ്കോപ്പ് വെച്ച് നമ്മളൊരു 10 to 15 times നമ്മൾ മാഗ്നിഫൈ ചെയ്താണ് കാണുന്നത്. സോ നെർവിലേക്കുള്ള ഡാമേജുകളോ ഈ പറഞ്ഞതുപോലെ തളർച്ചകളോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ മിനിമലാണ്. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഓപ്പൺ സർജറീസിന്. ഇപ്പോൾ ഉള്ളത് മിനിമലി ഇൻവേസീവ് സർജറീസ് ആണ്. അതായത് കീ ഹോൾ സർജറീസും എൻഡോസ്കോപ്പിക് സർജറീസും. അതിന്റെ നേരത്തെ ഈ ഓപ്പൺ സർജറീസിന്റെ മുറിവിന്റെ ഒരു 2 ഇഞ്ച് നീളത്തിലോ അല്ലെങ്കിൽ 3 ഇഞ്ച് നീളത്തിലുള്ള മുറിവുകൾ വേണ്ടി വരും ഒരു ഡിസ്കിന്റെ സർജറിക്ക് വേണ്ടി വരാൻ. ഇപ്പോൾ അതെല്ലാം ഒരു 2 സെന്റിമീറ്ററിന് താഴെയുള്ള മുറിവുകളും എൻഡോസ്കോപ്പിക് സർജറീസ് ആണെങ്കിൽ 1 സെന്റിമീറ്ററിന് താഴെയുള്ള മുറിവുകളുമാണ്. അതിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തന്നെ 24 തൊട്ട് 48 മണിക്കൂർ വരെ ആയിരിക്കും മാക്സിമം ഹോസ്പിറ്റൽ സ്റ്റേ തന്നെ വേണ്ടി വരുന്നത്. ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ നാളെ രാവിലെ സർജറി ചെയ്താൽ ഇന്ന് സർജറി നടക്കുന്നു, നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. നമ്മൾ വൈകുന്നേരത്തോടു കൂടി പുള്ളിക്കാരെ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. സോ പണ്ട് ചിന്തിച്ചിരുന്നത് പോലുള്ള തളർന്നു പോകുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഇതിനകത്തൊന്നും വളരെ വളരെ റെയറാണ്. സോ ഞാൻ പറഞ്ഞത് നമ്മൾ സർജറി കഴിഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഡിസ്കിൻ്റെതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഡിസ്ക് മാറ്റി സർജറി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി നടത്തിച്ച് ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡിസ്ചാർജ് ചെയ്യാറാണ് പതിവ്. പിന്നെ അവർക്കൊരു
ഒരു ഒരു അവരെ നടത്തിക്കുക എന്നുള്ളത്, നടക്കുക, നോർമലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കുനിഞ്ഞുള്ള കാര്യങ്ങൾ കുറച്ച് അവോയ്ഡ് ചെയ്യണം. ഒരു അറ്റ്ലീസ്റ്റ് 2 വീക്സിലേക്ക് തന്നെ 2-3 വീക്സിലേക്ക് കുനിഞ്ഞുള്ള ജോലികൾ, വെയിറ്റ് എടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, മുറിവ് ഉണങ്ങുന്നതിന്റെ ഇതായിട്ട്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ആകുക. ബാക്കി നോർമൽ ആക്റ്റീവ്, ഇപ്പൊ ജോലിയുള്ള ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ അവർക്ക് വർക്കിലേക്ക് തന്നെ തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റും. സാധാരണ നമ്മൾക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം നട്ടലിനുണ്ട് അല്ലെങ്കിൽ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു മിക്കവാറും കേൾക്കുന്നതാണ്, ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യരുത്? അപ്പൊ ഒരു പക്ഷേ ഒരു സർജറിക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നവും പെയിനും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്ത് വന്നാൽ എന്തൊക്കെയായിരിക്കും വേണ്ട, ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ? സോ നമ്മളോട് ഇപ്പൊ നേരത്തെ വന്നൊരു കോളർ വിളിച്ച് പറഞ്ഞ പോലെ, ഞാൻ കുനിഞ്ഞു നിന്ന് ചെയ്യുമ്പോഴോ തൂക്കുമ്പോഴോ കുനിഞ്ഞ് തുണി കഴിയുമ്പോൾ ഉള്ള വേദന. സോ കുനിഞ്ഞ് ഒരുപാട് നേരം നിന്ന് ഉള്ള വർക്കുകൾ എല്ലാം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. സോ ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് കുനിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡിസ്കുകൾ, എല്ലുകൾ തമ്മിലുള്ള അകൽച്ചകൾ കൂടും, ഡിസ്ക് പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യതകൾ കൂടും. അതേപോലെ തന്നെ വെയിറ്റ് എടുക്കാൻ നേരത്ത് നമ്മൾ കുനിഞ്ഞുള്ള ഒരു വെയിറ്റ് എടുക്കുന്നു, ഒരു 10 കിലോ 50 കിലോ ഒരു വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളാൽ പറ്റാത്ത രീതിയിലുള്ള കാര്യം വെയിറ്റ് നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് ബാക്കിലേക്കാണ് അതിന്റെ പ്രഷർ കൂടുന്നത്. സോ ഓൾറെഡി അകൽച്ചകളോ ഡിസ്ക് തള്ളലുകളോ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അഗ്രവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഡിസ്ക് പുറത്തേക്ക് മൊത്തമായിട്ട് തള്ളി വന്ന് ഞരമ്പിലേക്ക് പ്രഷർ ചെലുത്തി പ്രശ്നങ്ങളായിട്ടുണ്ടാകാം. അതാണ് അക്യൂട്ട് ഡിസ്ക് ആയിട്ട് നമുക്ക് പല പേഷ്യൻസും വരുന്നത്. ഓക്കെ, ഇപ്പൊ പ്രധാനമായി ഒരു സർജറിയിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് സാധാരണ ഉള്ള നമ്മുടെ ആളുകളുടെ ഒരു സംശയമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നട്ടലിന് വന്നാലോ അല്ലെങ്കിൽ നടുവുമായി ബന്ധപ്പെട്ട് വന്നാലോ, അയ്യോ ഇതിനൊരു സർജറി വേണ്ടി വരുമോ എന്നൊരു പേടി തോന്നാറുണ്ട്. ഇത്തരത്തിൽ ഡോക്ടറുടെ അടുത്ത് എത്തുന്ന ആളുകളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായി എത്തുന്നത്? മെയിൻ ആയിട്ട് ഒന്ന്, ഇതിന് സർജറി വേണോ? ഇപ്പൊ ഡിസ്ക് ബൾജ്, നമ്മളിപ്പോ എപ്പോഴും MRI റിപ്പോർട്ടിൽ ഇപ്പൊ എന്തെങ്കിലും കാരണത്തിൽ ഒരു നടുവേദനയ്ക്ക് തന്നെ നമ്മളൊരു MRI എടുത്തു, അതിനകത്ത് ഡിസ്ക് ബൾജ് ഉണ്ട് എന്നുള്ളത്. ഈ ബൾജുകളെല്ലാം ഡിസ്ക് നോർമലായിട്ട് ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെയും, നമ്മളൊരു 10 പേരിലെടുത്താൽ 9 പേരിലും ഡിസ്ക് ബൾജുകൾ പല ഭാഗങ്ങളിലും ഉണ്ടാകും. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സെഡൻഡറി വർക്കിന്റെ ഒരു ഇതാണ്. അത് പിന്നീട് അവർക്കെല്ലാം നടുവേദന ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല. സോ ഇതൊരു പ്രോഗ്രസ് ചെയ്ത് ഒരു പരിധിയിൽ കൂടുതൽ എത്തുന്നു, ഡിസ്ക് പ്രൊലാപ്സ് ആവുന്നു, അതായത് ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്ന് ഞരമ്പിലേക്ക് പ്രഷർ ചെലുത്തും. അങ്ങനെ സിറ്റുവേഷൻസിലാണ് നമ്മളൊരു ഇൻഡിക്കേഷൻ സർജറിക്ക്. അല്ലെങ്കിൽ എല്ലുകൾ തമ്മിലുള്ള അകൽച്ച കൂടി എല്ല് തെന്നി മാറുക, ലിസ്തസിസ് എന്ന് പറയുന്നത്, സ്പോണ്ടൈലോ ലിസ്തസിസ്, അത് തേയ്മാനങ്ങളുടേതും ഈ ഒരു വേഴ്സനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതെല്ലാം. സോ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നമുക്ക് സർജറീസ് ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത്. അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ട്, നട്ടെല്ലുകളിലേക്ക് ഇൻഫെക്ഷൻ ആയിട്ട്, അതല്ലെങ്കിൽ ട്യൂമർ പോലെ എന്തെങ്കിലും നടുകിൻ്റെതോ വേറൊരു ഭാഗത്തുനിന്ന് നടുകിലേക്ക് നട്ടെല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറുകളോ, അതല്ലെങ്കിൽ ഞരമ്പുകളുടേതായിട്ടുള്ള ട്യൂമറുകളോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യും. ഡോക്ടർ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ സർജറിയിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇപ്പൊ നട്ടലിന്റെ പ്രശ്നങ്ങളൊക്കെ, മറ്റെന്താണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു 99.9% കേസസ് നമുക്ക് സർജറി വഴി പലതും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. സർജറി ഉള്ളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനായിട്ട് എല്ലാ ഇതിലും ഉള്ളതാണ്. വളരെ റെയർ ആയിട്ട് ഇപ്പം മൾട്ടിപ്പിൾ ലെവൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സർജറി ചെയ്യുന്നത് കൊണ്ട് പേഷ്യന്റിന് ഗുണമായിട്ട് പുതിയതായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി വേണ്ട, ഇന്നൊരു കണ്ടീഷൻ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് കാരണം പേഷ്യന്റ് ഒരു ഗുണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി വേണ്ട എന്നുള്ളത്. നമ്മുടെ അങ്ങനെ വരുന്ന പേഷ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗീതു. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഞാന് ഒരു 3 വർഷം മുമ്പ് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിസ്കിനൊരു വളവ് സംഭവിച്ചു. ബെൽറ്റ് ഇടുവാണ്, അപ്പൊ തേയ്മാനം ആയിപ്പോയി. ഓക്കെ, ഇപ്പൊ ഈ 3 വർഷമായിട്ടും ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണോ നടക്കുന്നത്? അല്ല, ബെൽറ്റ് മറ്റേ വാട്ടർ ബെൽറ്റ് ആയിരുന്നു. അത് വീട്ടിലും ഇത്ര മണിക്കൂറുകൾ ഇടുവായിരുന്നു. ശരി, ഇപ്പം ഈ വീഴ്ചയ്ക്ക് ശേഷം ഉള്ള നടുവേദന ഇപ്പൊ തേയ്മാനമൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം വീണ്ടും കൂടിയിട്ടുണ്ട്. സോ കൂടിയതിന് ശേഷം MRI എന്തെങ്കിലും എടുത്ത് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? MRI പിന്നെ ഒരു 1.5 വർഷം മുമ്പ് എടുത്തിട്ടുണ്ട്. അത് ഡിസ്കിന് വളവ് പറ്റിയിട്ടുണ്ടെന്നാ പറയുന്നത്. ശരി, അതിന് അന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് സർജറി വേണമെന്നോ അല്ലെങ്കിൽ അന്ന് മരുന്നുകൾ തന്നപ്പോഴത്തേക്കും വ്യത്യാസം വരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ?
ആ മരുന്ന് തന്നപ്പം വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ തുണി കഴുകുമ്പോ അങ്ങനെയൊക്കെ വീണ്ടും അത് കൂടുകയാണ് ചെയ്യുന്നത്. ശരി. ഈ നടുവേദന കാലിലേക്കും ഇറങ്ങുന്നുണ്ടോ അതോ കാലിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ലേ? കാലിന് ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. അതിപ്പോ ഈ അടുത്താണോ വീണ്ടും തുടങ്ങിയത്? ഈ 1.5 വർഷത്തിന് ശേഷമാണോ? വീണ്ടും തുടങ്ങിയത്. ഓക്കെ. ഇപ്പൊ എത്ര മാസമായിട്ടുണ്ട് ഈ വേദന? ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് വീണ്ടും ഉണ്ട്. നമുക്ക് തുണി കഴുകാൻ പറ്റത്തില്ല, മുറ്റം തൂക്കാക്കൂല. ഈ അത് വെറുതെ ഇരിക്കാൻ നേരത്ത് വേദന തന്നെ അങ്ങ് മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. ശരി. ഒന്ന് കുനിഞ്ഞുള്ള ഇപ്പൊ ഓൾറെഡി തേയ്മാനം ഉണ്ട്. 1.5 വർഷം മുന്നേ ഉള്ള സ്കാനിനകത്ത് നല്ല ഡിസ്കിന്റെ തള്ളലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുനിഞ്ഞുള്ള ജോലികൾ, വെയിറ്റ് എടുക്കുന്ന ജോലികൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യും തോറും നമ്മൾ ഈ പറഞ്ഞ ജോലികൾ, തുണി കഴുകുന്നത്, തൂക്കുന്നത് എല്ലാം ചെയ്യും തോറും നമ്മുടെ നടുവിലേക്കുള്ള പ്രഷർ കൂടും. ഒരു സർജറി വരെ ചിലപ്പോൾ എത്തിയേക്കാം. സോ ആദ്യം നമുക്ക് വീണ്ടും 1.5 വർഷം ആയതുകൊണ്ട് വീണ്ടും ഒരു MRI സ്കാൻ എടുത്ത് നോക്കണം. മുന്നത്തതിൽ നിന്നും ഡിസ്കിന്റെ തള്ളലുകളും ഈ തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കൂടിയിട്ടുണ്ട്, സർജറി ചെയ്യേണ്ടതുപോലെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി തന്നെ ആയിരിക്കും. അതല്ല, അത്രയും ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബെൽറ്റും കണ്ടിന്യൂസ് ആയിട്ട് ബെൽറ്റ് ഇട്ടും മരുന്നുകൾ കഴിച്ചും അത് നമുക്ക് ഈ പറഞ്ഞുള്ള ജോലികൾ നമ്മൾ അവോയ്ഡ് ചെയ്തും നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും. ഡോക്ടർ, നമ്മളിപ്പോൾ സർജറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സർജറിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതികളൊക്കെ ഉണ്ടോ? ഉണ്ട്. നേരത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ സർജറീസ് ആയിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഉള്ളത് മൈക്രോസ്കോപ്പിക് സർജറീസ്, മിനിമലി ഇൻവേസീവ് സർജറീസ്, കീ ഹോൾ സർജറീസ്, പിന്നെ എൻഡോസ്കോപ്പിക് സർജറീസ്. അത് നമ്മൾ ഈ ഡിസ്കിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള സർജറീസ് എല്ലാം. അതേപോലെ തന്നെ മിനിമലി ഇൻവേസീവ് ആയിട്ടും എൻഡോസ്കോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് ഈ സ്ക്രൂ ഇടുന്നത് പോലുള്ള സർജറീസ് വരെ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അതില് നമുക്ക് എല്ലാ ടെക്നോളജിയുടെയും ഗുണമെന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് സർജിക്കൽ പെയിൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു മുറിവ് ഉണ്ടാകുമ്പോഴുള്ള വേദന, സർജറി എന്ന് പറയുന്നത് മുറിവുകൾ തന്നെയാണ്. സോ ആ മുറിവിന്റെ വേദനകൾ പോലും മിനിമൽ ആയിട്ട് വരും. സോ ആ മിനിമൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഉള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. അമ്മ പേരൊന്ന് പറയോ? ഹലോ. കേക്കാമോ ഞാൻ പറയുന്നേ? ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറിക്കോണേ. അമ്മ ഞാൻ പറയുന്ന കേക്കാമോ? റേഡിയോയുടെ അടുത്ത് ശ്രദ്ധിക്കല്ലേ, റേഡിയോയുടെ അടുത്ത് ഒന്ന് മാറിക്കോളൂ. ഡോക്ടർ, ഞാൻ ഇതെന്റെ മോക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ മോക്ക് ഇപ്പൊ 23 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ എന്റെ മോക്ക് കുഞ്ഞു പരുവത്തിലെ ഒരു പ്രസവത്തിലങ്ങാണ്ട വന്നേന്ന് തോന്നുന്നു. വളർന്നു വന്നപ്പം നട്ടലിന് ഒരു വളവ് പോലെ തോന്നി. അപ്പൊ നമ്മളിത് ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഒരുപാടെടുത്ത് കാണിച്ചു. എന്നിട്ടൊന്നും അവസാനം ഞാൻ മെഡിസിറ്റിയിൽ വന്ന് അവിടുത്തെ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം മോക്ക് നട്ടലിന് നൈജു ഡോക്ടറെ കാണിച്ചത്. അപ്പൊ നൈജു ഡോക്ടർ MRI സ്കാനിങ് എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു നട്ടലിനൊരു വളവുണ്ടല്ലോ മോക്ക്, അത് ചിലപ്പം നമുക്ക് ബെൽറ്റ് ഇട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബെൽറ്റ് ഇട്ട് ഒരു 6 മാസം വരെ ഇട്ട്. എന്നിട്ട് നമുക്കൊരു വ്യത്യാസം കണ്ടില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ലക്ഷോയിരിക്കുന്ന സുരേഷ് പിള്ള ഇപ്പൊ മെഡിസിറ്റി ഇരിപ്പുണ്ട്. ആ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ബെൽറ്റ് 6 മാസം വരെ ഇട്ടിട്ട് പറയും ഇതൊരു സർജറി ചെയ്തെങ്കിലേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അപ്പം മോക്ക് സർജറി ചെയ്ത് എറണാകുളം ലക്ഷോറിലാ ചെയ്തത്. പക്ഷെ ഇപ്പൊ മോക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മോക്ക് സർജറി ഈ നട്ടല്ലിൽ അവക്ക് സ്ക്രൂ വിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ മോക്ക് ഈ സൈഡ് ഭാഗത്ത് ഒരു ചെറിയ തള്ളല് പോലുണ്ട്. അപ്പം വേറെ ഇപ്പൊ ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടർ ഒരു സംശയം എന്താ പറയാ, മോക്ക് ഒരുപാട് കല്യാണം വരുന്നു. അപ്പം നമ്മള് അവരടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർക്കൊരു സംശയം, കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടാവുമോ, പ്രസവിക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെയുള്ള അവർക്കൊക്കെ ഒരു. അപ്പൊ എന്റെ അടുത്ത് സുരേഷ് സാറ് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതെ, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ സ്ക്രൂ അവിടെ കിടക്കുന്നു എന്നുള്ളതിൻ്റെതേ ഉള്ളൂ. സ്ക്രൂ നട്ടലിലേക്കുള്ള വളവുണ്ടായിരുന്ന ഭാഗം നമ്മൾ സ്ക്രൂ ഇട്ട് നിവർത്തിയേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ സ്ക്രൂ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അത് നിവർന്ന് നിൽക്കുന്നത്. അതിന് വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ ഉള്ള എല്ലാം ടൈറ്റാനിയം സ്ക്രൂകളാണ്. നമുക്ക് MRI എടുക്കുന്നതിനോ വേറെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത സ്ക്രൂകളാണ് മിക്കതും. അതിന് പ്രശ്നങ്ങളായിട്ട് ഒന്നും അതിനങ്ങനെയുള്ള പ്രശ്നങ്ങളോ സ്ക്രൂ കാരണമുള്ള പ്രശ്നങ്ങളോ ഈ ഭാവിയിൽ കല്യാണം അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നുള്ളതിന്റെ ഒന്നും പ്രശ്നങ്ങളായിട്ടൊന്നും
ഇത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളിത് ആരടുത്ത് നമ്മൾ ഈ കല്യാണം വരുമ്പോ അവരടുത്ത് പറഞ്ഞിട്ടേ നമ്മൾ ചെയ്യും. അപ്പൊ ആളുകൾക്ക് ഒരു ഭയങ്കര സംശയം, ഇനി പ്രസവിക്കാൻ പറ്റുമോ, പുള്ളിക്കാരി നോർമൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസവും വന്നായിരുന്നു. ഡോക്ടർ വന്ന് സുരേഷ് സാറിനെ കണ്ടപ്പോ സുരേഷ് സാർ ആ ഗ്യാരണ്ടി തന്നത്. അതേ ഉള്ളൂ. മോളെ പോകാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര വിഷമമുണ്ട് ഡോക്ടർ. ചോദിക്കുന്ന അതുമായിട്ട് പേടിക്കണ്ട. കല്യാണം കഴിക്കുന്നതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മോക്ക് അത് ചെറുതായിട്ട് നേരിട്ട് കാണുമ്പം ചിറ്റ് അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഈ കഴുത്ത് കൊണ്ട് താപ്പോട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് ഒരു ചെറു വളവ്, ഒരു നല്ല വളവ് ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ഭയങ്കര നല്ല എന്തരായിരുന്നു കേട്ടോ സുരേഷ് സാറ്. നമുക്ക് നൈറ്റ് ഡോക്ടർ സുരേഷ് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല നമുക്ക്. അതമ്മ വേറെ ഒന്നും അതിനകത്ത് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി അതിനെപ്പറ്റി ചെയ്യേണ്ടതല്ല. നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിനൊട്ടും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. പേടിക്കണ്ട. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കാതിരുന്നാൽ മാത്രം മതി. ശരി. പിന്നെ എനിക്കും ഉണ്ട് പ്രശ്നം കേട്ടാ. എനിക്ക് വേണ്ടി ഈ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. എനിക്ക് അത് സുരേഷ് സാറാ നോക്കി. ഇപ്പൊ എനിക്ക് പെടലിക്ക് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് കൈക്ക് അങ്ങ് ഭയങ്കര വേദനയാ. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച ഗുളിയൊക്കെ തന്നു. ഇപ്പൊ എനിക്ക് കാലിന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന. അപ്പൊ പറഞ്ഞു ഇടുപ്പിന് തേയ്മാനം ആയെന്ന് പറഞ്ഞു എനിക്ക്. എല്ലാം പല പല ഭാഗങ്ങളിലേക്കുള്ള തേയ്മാനത്തിന്റെതാണ് ഈ വേദനകളെല്ലാം വരുന്നത്. അപ്പം ഗുളിക കഴിക്കുമ്പോ നമുക്ക് ഇച്ചിരി കുറവ് കിട്ടും. പിന്നെ സഹിക്കാൻ പറ്റുന്ന ഉപ്പൂറ്റി വേദന, അതിനെന്താ അത് കുനിഞ്ഞെന്ന്. അത് ഈ പറയുന്ന എല്ലായിടത്തെയും എല്ലാ എല്ലുകളിലേക്കുള്ള തേയ്മാനം വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ അവിടെയുള്ള ചില പേശികൾക്ക് അല്ലെങ്കിൽ ചില എല്ലുകൾക്ക് ചെറിയൊരു തടിപ്പ് പോലെയും നമ്മുടെ കാലിന്റെ പാദത്തിലുള്ള പേശികൾക്കെല്ലാം കുറച്ചൊരു തടിപ്പ് പോലെയൊക്കെ വരും. അവിടേക്കുള്ള നീർക്കെട്ടായിട്ട് വരുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. ഒട്ടും നടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ എടുത്ത് താൽക്കാലത്തേക്കുള്ള വേദന ശമനികൾ പോലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. എന്നും കാണുമല്ലോ. ശരി ഡോക്ടർ. ശരി ഡോക്ടർ, നമുക്ക് ഇപ്പോൾ സർജറിയുടെ കാര്യം പറയുമ്പോൾ സർജറിക്ക് മുൻപുള്ള ഈ ടെസ്റ്റുകളെ കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാമോ? എന്തൊക്കെ തന്നെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടി വരിക? സാധാരണ നടുവേദന വരുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു എക്സ്റേ ആണ്. എക്സ്റേയിൽ നമ്മൾ മെയിനായിട്ട് എല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ തേയ്മാനങ്ങളുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത്. സോ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് MRI തന്നെയാണ്. അപ്പം MRIയിൽ ആണ് നമുക്ക് പേശികളിൽ, ഞരമ്പുകളിൽ അല്ലെ ഡിസ്കിന്റെ ഒക്കെ എത്രമാത്രമാണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം ചിലപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു, ഇപ്പൊ ട്യൂമർ പോലോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തും ഒക്കെ നമുക്ക് MRI എടുക്കേണ്ടി വരും. അതിനുശേഷം CT സ്കാനോ അങ്ങനെയുള്ള ഇപ്പൊ എല്ല് പൊട്ടലുകളുണ്ട്. പൊട്ടലുകൾ കൂടുതലും അറിയാൻ പറ്റുന്ന CT സ്കാനിനകത്താണ്. അപ്പം അത് CT സ്കാനിന്റെ ആയിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ഇതിലൊന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. പക്ഷെ പെരുപ്പുകളും ഈ പറഞ്ഞ പോലുള്ള ഷുഗർ കൊണ്ടുള്ള പെരുപ്പുകൾ അങ്ങനെയുള്ള ബാക്കി ഉള്ള ന്യൂറോപ്പതീസ് ഉണ്ടാകാം. സോ അങ്ങനെയുള്ളത് എന്തെങ്കിലും നമ്മൾ സംശയിക്കുമ്പോഴത്തേക്ക് നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് NCV എന്ന് പറയുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസിന്റെ ടെസ്റ്റുകളും കൂടെ ഒക്കെ നമുക്ക് വേണ്ടി വരും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു നട്ടല് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നടുവേദന റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ടെസ്റ്റുകൾ. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ, നോക്കാം. ഹലോ സ്വാഗതം. ഞാൻ ജലജ. സംസാരിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. പറഞ്ഞോളൂ. എനിക്ക് നടുവേദന നട്ടലിനും പ്രശ്നം ഉണ്ടായിരുന്നു. എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഇപ്പം 1 വർഷം മിച്ചമാകും. ശരി. എന്നിട്ട് ആദ്യം എല്ലിന്റെ തന്നാ ഞാൻ കാണിച്ചത്. ഞാൻ 2 ഇങ്ങനെ വീണായിരുന്നു ഏണിടിച്ച്. പിന്നെ അതിന് മുന്നേ ആയിട്ട് എനിക്ക് സ്റ്റോണിന്റെ ഇത് ചെയ്തായിരുന്നു. അതും കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് വലിയ പ്രശ്നമാണ്. വേദന കൊണ്ട് അങ്ങ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. വീണതിന് ശേഷം. വീണതിന് ശേഷം. എന്നിട്ട് എല്ലിന്റെ മരുന്നൊക്കെ കഴിക്കുമ്പോ ആ സമയത്ത് കുറയും. പിന്നീട് അത് കഴിഞ്ഞപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞ് MRI സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അതെടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞതാ. പറഞ്ഞിപ്പം മരുന്ന് കഴിച്ചതിൽ എനിക്ക് ഇച്ചിരി ഭേദമുണ്ട്, അസുഖത്തിനൊക്കെ കുറവുണ്ട്. പിന്നെ കാലിന് ഇങ്ങനെ പെരുപ്പ് ഉണ്ട്. ഇടത്തെ കാലിന്റെ വിരലിനും കാലിനും ഇങ്ങനെ പെരുപ്പും പിന്നെ ഇങ്ങനെ അഴലുന്നാണ് നടുവിനും
പിന്നെ ഈ രണ്ടേണു ഭാഗത്തും ഇങ്ങനെ അഴലുന്ന കൂട്ട. പിന്നെ എനിക്ക് പറഞ്ഞോ ഡോക്ടർ പറ. ഇപ്പൊ ഈ വേദനകളിൽ ഇപ്പം മരുന്നുകൾ കൊണ്ട് കുറച്ച് കുറഞ്ഞു നിൽക്കുകയാണ്. വേദന അത് മരുന്നിലാണ് കുറഞ്ഞത്. ശരി. പക്ഷെ ആദ്യം സർജറി വേണ്ടി വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. നമ്മൾ സർജറി എപ്പോഴും ചെയ്യുന്നത് വേദനകൾ ഇപ്പം മരുന്നുകൾ കൊണ്ട് വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ തളർച്ച പോലെ എന്തെങ്കിലും വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ സർജറി വേണ്ടി വരുന്നത്. ഇപ്പം മരുന്നില് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സർജറി ഡിലേ ചെയ്യത്തേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എനിക്ക് കുറയണേന്ന്. ആ വേദന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു രീതിയിൽ തന്നെ മരുന്നുകൾ കൊണ്ടും ഓയിൻമെന്റ് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും തന്നെ ആയിരിക്കും. കുറച്ച് എക്സസൈസുകൾ ചെയ്യേണ്ടി വരും. ആ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പിയുടെ എക്സസൈസസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മുടെ ബാക്കിലുള്ള മസിൽസിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ. അത് ശക്തി കൂട്ടുമ്പോഴത്തേക്ക് മുട്ടിന്റെ താഴ്ഭാഗത്താണ് എനിക്ക് പ്രശ്നം. ഇങ്ങനെ അതിനി കൂടുതലാണ് ഞരമ്പിങ്ങനെ ഓടി കറണ്ട് അടിക്കുന്ന പോലുള്ള ഇങ്ങനെ വരും മുകളിൽ താഴെ. ഇതെല്ലാം പറയുന്ന കുറച്ച് ഡിസ്കിന്റേതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, മരുന്നുകളിലും ഫിസിയോതെറാപ്പിയിലൊക്കെ വ്യത്യാസം വന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തളർച്ച പോലെ പാദത്തിന് എന്തെങ്കിലും ചെരുപ്പ് തെന്നി പോകുന്നു, പാദത്തിന് തളർച്ച പോലെ കാല് എടുത്ത് വെക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറിയിൽ തന്നെ എത്തേണ്ടി വരും. അതുവരെ നമുക്ക് മരുന്നുകളിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. എനിക്കും ഡോക്ടറെ 2500 രൂപ ആവും മരുന്നിന്. കൊറേ ഉണ്ട് ഗുളികകള്, അതെത്രയും ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. ആണ്. പിന്നെ രാവിലെ ഞാൻ കുറെ നേരം നടക്കും. ഇവിടെ നമുക്ക് കയറ്റം ഇറക്കുവാ നമ്മുടെ വീടിന്റെ താഴോട്ട്. അവിടെ നിന്ന് ഞാനൊരു 5 പ്രാവശ്യം താഴെയും മുകളിലുമായിട്ട് പോകും. ശരി. അപ്പൊ ആ വ്യത്യാസമുണ്ട്. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വന്ന് കണ്ടിട്ട് നമുക്ക് എന്താന്നുള്ളത് നോക്കാം. ശരി ഡോക്ടറെ. ഓക്കെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ. നമസ്കാരം, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. പേരൊന്ന് പറയൂ അമ്മ. എന്റെ പേര് നബീസത്തമ്മ. സംസാരിച്ചോളൂ ഡോക്ടറുമായിട്ട് കേട്ടോ. പറഞ്ഞോ അമ്മ. മോനെ, പിന്നെ എനിക്ക് മുട്ട് രണ്ടും മാറ്റി വെച്ചതാ. അപ്പൊ ഈ വലത്തെ മുട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മുട്ട് ചെയ്ത് നമ്മളെ NS ഹോസ്പിറ്റലിലായിരുന്നു. ശരി. പക്ഷേ ഈ ആദ്യത്തെ മുട്ടില് എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ രണ്ടാമത്തെ മുട്ട് ഓപ്പറേഷൻ ചെയ്യാവുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് എനിക്ക് തോനെ അനശേഷം തന്നില്ല, 1 വർഷം ആയതുകൊണ്ട് കുറച്ചേ തന്നുള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഞാനെല്ലാം ഈ അടിച്ചു പൊട്ടിക്കുന്നതും ഇതെല്ലാം കേട്ടോണ്ട് തന്നെ കിടന്നത്. പക്ഷെ എനിക്ക് ആ കാലിൽ ഇപ്പോഴും വലിയ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാ എനിക്ക് വേദന എന്നും ഉണ്ട്. അത് കാലിന്റെ മുട്ടിലേക്കുള്ളതാണോ വേദന ഉള്ളത്? ഇപ്പം കാലിന്റെ മുട്ടിലുണ്ട് മോനെ. അതിന്റെ ആ മടക്കുണ്ടല്ലോ, ആ മടക്കിന് വേദനയുണ്ട്. പിന്നെ ഈ നടത്തേന്ന് പറഞ്ഞാ എനിക്ക് നമ്മള് ഈ മുട്ട ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള ആ നടത്ത എനിക്കിപ്പൊ ഇല്ല. ബലമില്ല കാലിന്. അപ്പൊ നമ്മൾ ഈ പാദം വെച്ച് നടക്കുമ്പം ഈ തറയിലാണ് നമ്മൾ നടക്കുന്നതിനുള്ള ഒരു തോന്നലും ഇല്ല. ഓക്കെ. അതായത് നമ്മൾ അറിയുന്നത് നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇപ്പം അറിയുന്നതിന് വ്യത്യാസമുണ്ട്. 2 കാലിലും തമ്മിൽ അറിയുന്നതിന് വ്യത്യാസമുണ്ട്, സെൻസേഷന് വ്യത്യാസമുണ്ട്. അതിന്റെ കൂടെ തന്നെ പെരുപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട് പെരുപ്പുണ്ട്. ശരി. അത് ഈ കാലിൽ മൊത്തത്തിലായിട്ടുണ്ടോ അതോ ഈ കാൽ മുട്ടിന് കീഴ്പോട്ട് മാത്രമേ ഉള്ളൂ? ഈ കാലിന്റെ മുട്ടിന് കീഴ്പോട്ടേ ഉള്ളു. മുട്ടിന് കീഴ്പോട്ടാണ് കൂടുതലായിട്ടുള്ളത്. ശരി. അത് ഇപ്പൊ നടുവേദനയായിട്ട് ഇതിന്റെ കൂടെ തന്നെ വരുമായിരുന്നോ അതോ? നടുവേദന എനിക്ക് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷന്റെ നടുവേദന ഉണ്ട്. പക്ഷെ ഈ കാലിന്റെ ഇതായിട്ടുള്ള നടുവേദന ഇല്ല. പക്ഷെ എനിക്ക് ആ നടത്തേക്ക് നമുക്കൊരു പിടുത്തമില്ല. ഈ സ്റ്റെപ്പ് കയറുന്നതിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോയി ആണെങ്കിൽ ഒരു കല്ലൊന്ന് തട്ടിയാൽ ഞാൻ വീഴും.
അത് ഈ മുട്ടിന്റെ വേദന കൊണ്ടോ മുട്ടിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ അതോ നമ്മൾ അറിയാത്തത് കൊണ്ടോ അങ്ങനെ തട്ടി വീഴുന്നതാണോ? നമ്മൾ അറിയാതെ തട്ടി വീഴുന്നതാണ്. ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവിന്റെയും കൂടെ സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും. ഈ ഞരമ്പ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കണം. വലത്തെ മുട്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. ഒരു കാലിലേക്ക് ഇടത് കാലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഇതായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. MRI എങ്ങാനോ എടുത്ത് നോക്കിയിട്ട് ഞരമ്പിന്, അതായത് നടുവിൽ നിന്ന് വരുന്ന ഞരമ്പുകൾക്കായിട്ട് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒക്കെ നോക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. എന്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഒരു കാല് നമ്മളെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയായിരുന്നു. ഇപ്പൊ ആ കാലിന് എന്ത് ചെയ്യുന്നറിയാം, ബ്ലഡ് ഈ താപ്പോട്ട് വരാതെ ഈ മുട്ടിന്റെ അടുത്ത് വന്ന് നിക്കുമ്പോ അതിഭയങ്കരമായ വേദനയാ. അത് പിന്നെ ഒരുപാട് ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തെങ്കിലും അതത്ര ശരിയായില്ല. ഓക്കെ, അതിന് ഒരു ഓർത്തോപീഡീഷ്യനെ കൂടെ ഒന്ന് കാണിച്ചിട്ട്, ജനറൽ സർജനിലെ ഓർത്തോപീഡീഷ്യനെ കാണിച്ചിട്ട് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പറഞ്ഞോളൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല അന്നേരം മോനെ ഈ മുട്ടിന്റെത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുവോ? അല്ല, അതിന് ആദ്യം ഈ ഞരമ്പിന്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പൊ അതിന് നമുക്ക് MRI സ്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. കാലിലില്ലേ? അതെ, അവര് 20 വർഷത്തെ ഗ്യാരണ്ടിയാ പറഞ്ഞിരിക്കുന്നത് എന്റെ കാലിലിട്ട്. അത് നമ്മളിപ്പം ഈ മുട്ടിന്റെ അതിന് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞരമ്പിന് സംബന്ധമായി ആ മുട്ടുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് തന്നെ ആവണമെന്നില്ല. മുട്ടിന്റെ പ്രശ്നം കൊണ്ടുള്ളതാവണം എന്ന് തന്നെ ഇല്ല. ഞരമ്പിന്റെ പ്രശ്നങ്ങളോ അല്ല ഷുഗർ കാരണമുള്ള പെരുപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ആകാം. എനിക്ക് ഡയബറ്റീസും ഉണ്ട്. അതാണ് അമ്മ പറഞ്ഞ പെരുത്ത് വരുന്നതും അല്ലെ സെൻസേഷൻ ഒക്കെ കുറയുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണവും അതൊക്കെ തന്നെ ആകാം. ഞരമ്പ് സംബന്ധം. ഹോസ്പിറ്റലിലാണോ? മെഡിസിറ്റിയില്. മെഡിസിറ്റിയിലാ? അതെ. അയ്യോ, ഞാൻ മെഡിസിറ്റിയിൽ സ്ഥിരം പിന്നെ അവിടുത്തെ രോഗിയാകുമ്പോ ഞാൻ ബേബി മാത്യു ഡോക്ടറെ കാണിച്ചോണ്ടിരിക്കുവാ. ശരി, അപ്പൊ ഒന്ന് കണ്ടാ മതി. ശരി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം, സ്വാഗതം പരിപാടിയിലേക്ക്. പേരൊന്ന് പറയണേ. എന്റെ പേര് ചന്ദ്രൻ, തങ്കശ്ശേരി. പറഞ്ഞോളൂ കേട്ടോ. സാറ് മറ്റേ ബിൽസ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നാണ്? അതെ 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 അതെ. ശരി ശരി. ഞാൻ അവിടെ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്താണെന്ന് വെച്ചാല് നമ്മുടെ മുട്ടിന്റെ താഴെ സെൻസേഷൻ ഇല്ല. അപ്പൊ അത് ആദ്യം ശ്യാംപ്രസാദ് ഡോക്ടറെ അടുത്ത് കാണിച്ചു. അവിടെ കിടന്ന് ഡിസ്ചാർജ് സംഭരം കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ പ്രകാശ് ഡോക്ടറില്ലേ, അതെ, അവിടെയും കാണിച്ചതിന് ശേഷമാണ് ഡോക്ടർക്ക് വരുന്നത്. ഓക്കെ. ഇപ്പം എന്ത് പറ്റി? അതെ, പറ്റിയതല്ല, അവിടെ പറഞ്ഞു വന്നില്ല. പറഞ്ഞോളൂ. സാർ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്നവർ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ കുത്തി 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 പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ സാറ് പറഞ്ഞതിന് പേടിക്കണ്ട, ഞാനൊരു ടാബ്ലറ്റ് ഇടാന്ന് പറഞ്ഞ് രാത്രി കഴിച്ചാൽ മതി, നിയോഗാബ. അപ്പൊ അത് കഴിച്ച ശേഷം ആ സാധനം ഇല്ല. ഓക്കെ. ഇപ്പൊ നല്ല സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ആ കാല് താഴത്തുള്ള മരവിപ്പ് അത് കംപ്ലീറ്റ് മാറുന്നില്ല. ഓക്കെ. എത്ര ശതമാനം വ്യത്യാസമുണ്ട്? അതിപ്പോ എനിക്ക് ഏകദേശം ഒരു 50-60% വരെ മാറിയിട്ടുണ്ട്. ഓക്കെ. ഇത് ഷുഗറോ ഉള്ള വ്യക്തിയാണോ താങ്കൾ? അല്ല, ഷുഗർ എന്ന് പറഞ്ഞാൽ കൺട്രോളിൽ ചെയ്യാം. അല്ല, പക്ഷെ വർഷങ്ങളായിട്ട് ഷുഗർ ഉണ്ട്. അന്ന് സാറ് പറഞ്ഞ ഇത് തന്നെയാ, ഒരു 4-5 കൊല്ലം. അതെ, 2014 ശേഷമാണ് എനിക്ക് ഷുഗർ വരുന്നത്. ഓക്കെ. 10 വർഷമായിട്ട് ഷുഗർ ഉള്ളതല്ലേ. സോ അപ്പം ഈ കുറെ ഭാഗങ്ങള് നമ്മുടെ ആ ഞരമ്പ്, നമ്മുടെ താഴേക്ക് വരുന്ന കാലിന്റെ ചെറിയ ഞരമ്പുകളിലേക്കുള്ള രക്തഓട്ടങ്ങൾ കുറയും. അപ്പൊ രക്തനാളങ്ങളിലേക്ക് ഓൾറെഡി ഡാമേജുകൾ ഉണ്ടാവും. സോ ഈ പറഞ്ഞതുപോലുള്ള ഡിഫറൻസ് വരുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഷുഗർ ഉള്ളവർക്ക് വ്യത്യാസം ചിലപ്പോൾ വരത്തില്ല. അല്ല സാറേ, ഇപ്പൊ ഈ ഗുളിയുടെ കൺട്രോൾ ചെയ്തിട്ട് കൊല്ലങ്ങളോളമായി. ഓക്കെ. അങ്ങനെ അത് തന്നെ ആയിരിക്കും. അത് തന്നെ ആയിട്ട് കൺട്രോളിലായിട്ട് പോവുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ വിളിക്കാൻ കാര്യം വെച്ചാൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഏതെങ്കിലും മരുന്നോട്
കഴിച്ചാൽ നമുക്ക് ഇത് നമുക്കൊരു ട്രയൽ ഈ ന്യൂറോപ്പത്തിക് മെഡിക്കേഷൻസിന്റെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഒന്ന് കണ്ടിട്ട് നമ്മളിപ്പോ കണ്ടിട്ടിപ്പോ ഓൾമോസ്റ്റ് കുറെ വർഷത്തിന് മുകളിലാവുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊന്ന് മെഡിസിൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം. മെഡിസിൻ ചേഞ്ച് ചെയ്ത് അതിന്റെ ഡോസേജ് ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ ഇത് കൊടുത്തിട്ട് പതുക്കെ അതിന്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരും. സോ ആ കുറച്ച് ഒരു മിനിമൽ ആയിട്ടുള്ള ഇതിൽ നമുക്ക് മെഡിസിൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം. ശരി സന്തോഷം. വിളിച്ചതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നട്ടലിന്റെ സർജറിയെ കുറിച്ചിട്ടും നടുവേദനയെ കുറിച്ചിട്ടുമാണ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ഒരു ശസ്ത്രക്രിയയിൽ നിന്ന് നമുക്കൊരു അണുബാധയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇതില് നമ്മളിപ്പോ ഏതൊരു സർജറിയിലും അണുബാധ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ എസ്പെഷ്യലി നമ്മൾ ന്യൂറോ സർജറി അല്ലെങ്കിൽ ഒരു നെർവിന്റെ സർജറി, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈൻ്റെ സർജറി ആയാൽ നമ്മൾ അത്രയും മാക്സിമം സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സർജിക്കൽ ഫീൽഡിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ പോസ്റ്റ് സർജറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പോസ്റ്റ് സർജിക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ആന്റിബയോട്ടിക്സിൻ്റെതും ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ട് നമ്മളിപ്പോ അതിന് ശേഷം ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ടാൽ പോലും ടൈറ്റാനിയം മെറ്റലിലൊന്നും അത്രയും ഇൻഫെക്ഷൻസ് ആയിട്ട് കാണാറില്ല. നമുക്കൊരു കോൾ കൂടിയുണ്ട്, കോളിലേക്ക് പോവാം. ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. പേര് പറയാമോ? സംസാരിച്ചോളൂ ഡോക്ടറോട് കേട്ടോ. പറഞ്ഞു. ഞാൻ ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു ചാക്ക് ഉള്ളി പൊക്കിയതാ കേട്ടോ. ഒരു ചാക്ക് ഉള്ളി ഞങ്ങൾ 2 പേരും കൂടെ പൊക്കിയതാ. പൊക്കി 2 പേരുടെ വണ്ടിയിലോട്ട് ഇടാൻ നേരത്ത് ഡ്രൈവർ അതിനെ ഇട്ട് രണ്ടാമത് ഞാനായിട്ട. പക്ഷെ അന്നേരം നടുവിന് ഒരൊറ്റ പിടുത്തം പിടിച്ചെങ്കിലും പിന്നീട് അനുഭവിച്ചു എന്ന് വെച്ചാൽ പിന്നെ 5-6 മുക്കിന് എനിക്ക് അസംബ്ലി വരാൻ ഒക്കത്തില്ല. അതേ പരുവായി, നടുവെല്ലാം കൂടെ പരുവായി. അങ്ങനെ പിന്നെ മെഡിസിന്റെ ഡോക്ടറെ താനെങ്കിൽ നോക്കി താമസിക്കുന്നില്ല. പുള്ളിയുടെ ഡോക്ടറെ പോയി കണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പിന്നെ അതിന്റെ അകത്ത് മാറാൻ പിന്നെ ഈ MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്. പക്ഷെ എന്നിട്ടും ഈ അവിടെ നിന്ന് കൊണ്ട് മാറാൻ ഞാൻ പിന്നെ മൈലക്കാട് ജോർജ് ഡോക്ടർ എന്ന് പറയുന്നുണ്ട്, പുള്ളിയുടെ വീട്ടിൽ പോയി കണ്ട് അവിടുത്തെ ചികിത്സയില് ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ ഈ അടുത്ത വാക്ക് മൊത്തം ഭയങ്കര എപ്പോഴും പെരുപ്പാണ്. ഈ അന്നാ MRI സ്കാൻ എടുത്തതില് MRI സ്കാൻ കണ്ടിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? ഇപ്പൊ ഡിസ്ക് നല്ലോണം കംപ്ലൈന്റാന്നാ പറഞ്ഞത്. അതെ, ഡിസ്കിന്റെ പ്രശ്നം എത്രമാത്രം സിവിയർ ആണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇപ്പം സർജറി വേണ്ടതുപോലുള്ള എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മെഡിസിനും എക്സസൈസസ് ഒക്കെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇഞ്ചക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ സർജറിയോ ഉള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും 1 വർഷമായിട്ട് വ്യത്യാസം വരുന്നില്ല, ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി തന്നെ ചിലപ്പോൾ എത്തിയേക്കാം. അല്ല, ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല, വെയിറ്റുകൾ എടുക്കുന്നതിനും എല്ലാം റെസ്ട്രിക്ഷൻ ഉണ്ടാവണം. വെയിറ്റുകൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞതുപോലെ വീണ്ടും വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും തള്ളി നിൽക്കുന്ന ഡിസ്ക് വീണ്ടും സിവിയറിറ്റി കൂടാം, ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസ്. പ്രശ്നങ്ങൾ വരുന്നേ എന്താണ്? ഈ തോള് ചില സമയത്ത് നീരുകളൊക്കെ അങ്ങ് കിട്ടും. ആണോ? ശരി. അപ്പൊ അത് സ്ഥിരമായിട്ടുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവാറുള്ളൂ? ഇടയ്ക്കിടയ്ക്കേ ഉള്ളു. ഇത് നമ്മള് ജോലിയെ സംബന്ധിച്ച് അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ഇപ്പൊ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പേശികളിൽ നമ്മൾ 20-ാം വയസ്സിൽ ചെയ്തതുപോലല്ല ഇപ്പോഴത്തെ പ്രായത്തിൽ ചെയ്യുന്നത്. സോ ആ ഒരു ഏജിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പേശികൾ ആ പ്രായത്തിൻ്റെതായുള്ള പ്രശ്നങ്ങൾ കാണിക്കും. ലിഗമെന്റ്സിന്റെയും മസിൽസിന്റേതും വീക്ക്നെസ് ആയിട്ട് വരുന്നത് ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണത്. ഓക്കെ, സന്തോഷം. വിളിച്ചാൽ കേട്ടുകൊണ്ടിരുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നട്ടലിന്റെ സർജറിയും അതോടൊപ്പം തന്നെ നടുവേദനയും ഒക്കെ ആയിരുന്നു സംസാരിച്ചത്. ഒരുപാട് ശ്രോതാക്കൾ വിളിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, ഇനിയുമുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ കഴിയാണ്. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ നമ്മുടെ ശ്രോതാക്കളുടെ വിലയേറിയ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിൽ.
അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ അഖിൽ സുനിലാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം സമാപിക്കുന്നു.